ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു പ്രൊഡക്റ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സ്ഥിരം ബ്രാൻഡായ സെൻഡി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ടോയ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ടോയ്സാണ്, ഡൈക്കാസ് ഒന്നുമല്ല. അപ്പോൾ ഇതും ടോയ് ആണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ താണ്ടേ നമ്മുടെ കത്തി, നമ്മുടെ ടെർബോ, എൻ്റെ അമ്മോ ടെർബോ നല്ല കനമുണ്ട് കേട്ടോ. ഉണ്ട് നമ്മുടെ ടെർബോ. ഡീസലിൻ്റെ ആ ഒരു മണം അതെടുക്കട്ടെ. അയ്യോ, വെള്ള ഡ്രസ്സാണ്, കരിയാവും, നല്ല കനമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. വാവ്, ഞാൻ പിന്നാമ്പുറല്ല, ഞാൻ ഇപ്പോഴായിപ്പിന്നല്ല. ഈ ഫ്ലിപ്കാർട്ടിൻ്റെ പാക്കിങ് അത്ര പോരാ. ചില സമയത്ത് നല്ല പാക്കിങ് നമുക്ക് ആമസോൺ തരും, ഫ്ലിപ്കാർട്ട് തരുന്നില്ല. അതെന്തിനാട്ടെ. പക്ഷേ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴായി പിന്നെ നമുക്ക് നല്ല വണ്ടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, നമുക്ക് കിട്ടുന്ന വണ്ടികളൊക്കെ നല്ല പാക്കിങ്ങോട് കൂടിയാണ് നൽകുന്നത്. പിന്നെ എനിക്ക് ഇതാ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ക്രെറ്റ കേട്ടോ. ക്രെറ്റ 1.6 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിന് വളരെ മൈലേജ് കുറവാണ്. 2019 മോഡലല്ല, 2015 മോഡൽ ക്രെറ്റയാണ്. ആ ഫസ്റ്റത്തെ മോഡലിൽ ക്രെറ്റയുടെ ആ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടുള്ള ഫേസ് ലിഫ്റ്റ് മോഡൽ, ആ ഒരു 2018 വന്ന ക്രെറ്റയുടെ ആ ഫേസ് ലിഫ്റ്റ് മോഡലാണ് കാണാൻ കുറച്ചും കൂടി ലുക്ക്. എനിക്ക് ആ ഒരു മോഡലാണ് എനിക്കിഷ്ടം. ഞാൻ വണ്ടിയുടെ അതിലോട്ട് വരുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഈ സെൻഡി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത് ഇവരുടെ ഈ പാക്കിംഗ് ആണ്. വേണ്ട, ഈ വണ്ടി സ്ക്രാച്ച് കുറേ ആയിട്ടുണ്ട്. അത് ഇവരുടെ ഈ ഒരു പാക്കിങ് കൊണ്ടാണ് ഈ സ്ക്രാച്ച് കുറേ വരുന്നത്. കാരണം ഇത് കിടന്നിങ്ങനെ പറയും, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡിഫൻഡറൊക്കെ നമുക്ക് കിട്ടിയ പോലെ ഇതിൻ്റെ അടിയിൽ ഒരു സ്റ്റേ എന്തെങ്കിലും വെച്ചിട്ട് ഈ ബോക്സ് ഇച്ചിരി വലുത് കൊടുക്കണം, എന്നാൽ മാത്രമേ പാക്കിങ് നല്ലത് വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ വിടാം. ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് 180 രൂപക്കാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഈ ഒരു സാധനം. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ബ്ലൂ കളറായിരുന്നു വന്നത്, ആ 180 രൂപക്ക്. പക്ഷേ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായി മൾട്ടി കളർ ഓപ്ഷൻ എന്ന് പറഞ്ഞാണ് കിടന്നിരുന്നത്. അപ്പോൾ മൾട്ടി കളർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് ആ ഒരു കളറായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ 180 രൂപയ്ക്ക് എനിക്കിത് നഷ്ടമായിട്ട് തോന്നിയില്ല. എനിക്ക് ഓഫറിലാണ് കിട്ടിയത്. പിന്നെ പറയുവാണെങ്കിൽ ഞാൻ ആ ഒരു ബ്ലൂ കളർ കിട്ടല്ലേ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ബ്ലൂ കളർ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ സാധനം അൺബോക്സ് ചെയ്യാം. പറഞ്ഞാൽ വലിച്ചു നീട്ടുന്നില്ല. പിന്നെ ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഇതിൻ്റെ ബാച്ച് നമ്പർ 2025 ആണ്. 2024 മാനുഫാക്ചറാണ്. 346 രൂപയാണ് ഇതിൻ്റെ ബാക്കിൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 4 കളർ ഓപ്ഷൻസ് ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, സിൽവർ ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. നമുക്ക് നൈസായിട്ട് അൺബോക്സ് ചെയ്യാം. വെറുതെ കത്തി നശിപ്പിച്ചിട്ടുണ്ടല്ലോ. കത്തിയല്ല, വണ്ടി നശിപ്പിക്കുന്ന. അയ്യോ, സ്ക്രാച്ച് വന്നു. പിന്നെന്താ പറയുക, ഹലോ മിസ്റ്റർ എതുക്കാച്ചി എന്നതിലൊക്കെ ഒരു പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടിക്കട അവിടെ ഇരിക്കുന്ന മിക്കവാറും സെൻഡി എന്ന് പറയുന്ന ബ്രാൻഡിനുണ്ടല്ലോ, ബ്രാൻഡ് അംബാസിഡർ മിക്കവാറും ഞാനാവും. കാരണം അവരുടെ അംബാസിഡർ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അവരുടെ ബ്രാൻഡ് അംബാസിഡർ ഞാനാകും. കാരണം മിക്കപ്പോഴും അവരുടെ പ്രൊഡക്ട്സ് ഞാൻ തന്നെ വാങ്ങി, ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ റിവ്യൂ ചെയ്യുന്നത് എന്ന് തോന്നുന്നു. കാരണം ഇവരുടെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തെറ്റില്ലാത്തൊരു പ്രൊഡക്ട്സാണ്. ടോയ്സാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ ഈ ടോയ്സിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 300 രൂപ താഴെ കിട്ടാവുന്ന ഒരുപാട് ടോയ്സ് ഇവരുടെ കയ്യിലുണ്ട്. തെറ്റില്ല സാധനങ്ങളാണ്. നമ്മളൊരു ഹോട്ട് വീൽസോ ഡൈക്കാസൊക്കെ മേടിക്കണമെങ്കിൽ നല്ല കാശ് തരും. നല്ല അത്യാവശ്യം തെറ്റില്ലാത്തൊരു സ്കെയിൽ മോഡൽ സാധനങ്ങൾ നമുക്ക് കിട്ടും. ക്രെറ്റയെ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രെറ്റ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല മൈലേജുള്ള വണ്ടിയാണ്. ടയർ ഇടുന്ന് പറയുന്നുണ്ട്. ടോപ്പ് എൻഡ് മോഡലാണെന്ന് തോന്നുന്നു. മേലിൽ സൺറൂഫ് ഉണ്ട്. പക്ഷേ റിയർ വൈപ്പറും ഉണ്ട്. പക്ഷേ ഡയമണ്ട് കട്ട് അല്ലെങ്കിൽ ഐ മോഡൽ ഡയമണ്ട് കട്ട് ഇല്ല എന്ന് തോന്നുന്നു. അത് കണ്ടുള്ള മോഡലാണ് ഡയമണ്ട് കട്ട് വന്നിരിക്കുന്നത്. ഇൻറ്റീരിയറും അത്യാവശ്യം തെറ്റില്ല. ഡോറൊന്നും തുറക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ആ പാക്കിംഗ് ആണ്. ആ പാക്കിംഗ് കൊണ്ട് ഈ വണ്ടിയിൽ സ്ക്രാച്ചസ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയും നമ്മുടെ ഇന്നോവയുടെയും കളറൊക്കെ ഏകദേശം സെയിം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ബട്ട് ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. 180 രൂപയ്ക്ക് തെറ്റില്ല. പിന്നെ ഇതിൻ്റെ ബ്ലാക്കിന് വില കൂടുതലാണ്. 200 രൂപയ്ക്ക് മുകളിലാണ്. നമുക്കൊരു 300 രൂപ പ്രൈസ് റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റിയ പ്രൊഡക്ട്സാണ് സെൻഡി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ അതായിരിക്കണം സ്കെയിൽ. നമ്മളുടെ ഈ ഒരു സാധനം എന്തോരം നീളമുണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. ഏകദേശം 14 സെൻറ്റിമീറ്റർ നീളമുണ്ട്. നമുക്ക് മിറർ ടു മിറർ എടുക്കാം. 7 സെൻറ്റിമീറ്ററാണ് മിറർ ടു മിറർ എടുക്കുമ്പോഴുള്ള ആ ഒരു വീതി. നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയും അതുപോലെ തന്നെ ഈ ക്രെറ്റയും വെച്ചാൽ ഏകദേശം ഒരേപോലെയൊക്കെ ഉണ്ട്. സൈസ് ഇതിന് ഹൈറ്റ് ഇച്ചിരി കൂടുതലാണ് അല്ലേ? അതെ, ഹൈറ്റ് കൂടുതലാണ്. പിന്നെ നീളം ഇന്നോവക്കാണ് കൂടുതൽ. കാരണം ഇന്നോവ ഒരു വലിയ വണ്ടിയാണല്ലോ. വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഏകദേശം രണ്ടും ആ ഒരു ലുക്ക് വൈസും കാര്യങ്ങളൊക്കെ സെയിം തന്നെ നൽകിയിരിക്കുന്നത്. പിന്നെ പറയുവാണെങ്കിൽ ഇവർ ഇതിനെക്കാട്ടും വില കുറച്ച് നമുക്ക് ഈ വണ്ടി തരുമായിരിക്കും അല്ലേ. പല പ്രൊഡക്ട്സും
ഓഫീസിലൊക്കെ ഇവർ റേറ്റൊക്കെ കുറക്കും, തരുമായിരിക്കാം, തരാമോ എന്ന് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. ഇവൻ ഏത് പെൺപിള്ളേരെ കണ്ടാലും വാട്സാപ്പിലോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടാലും അപ്പം തന്നെ മെസ്സേജ് തരാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് ഇവൻ്റെ നമ്മളൊരു ഫേക്ക് ഐ ഡി വെച്ച് ഈ പൊട്ടനെ കണ്ടുപിടിച്ചാണ് ഇവൻ്റെ ഈ കോഴിത്തരം. ആകാശ് കോഴിത്തരം, നീ ഇത് കാണുന്നുണ്ടോ എന്ന് ഞാൻ കരുതുന്നു. നീ കാണുന്നുണ്ടെങ്കിൽ നീ ഇതിൻ്റെ അടുത്തൊന്ന് കമൻറ്റ് ചെയ്യടാ. അപ്പോൾ ആ കോഴിയുടെ കേസ് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ അവനെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് കഥയുണ്ട്. ആ കഥ നമുക്ക് വേണമെങ്കിൽ ഒരു അടുത്ത പാർട്ടിടാം. അപ്പോൾ സെൻറ്റി എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് വലിയ തെറ്റിലായിട്ടായിട്ട് തോന്നി. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്, ആമസോണിലൊക്കെ ഉണ്ട്. 200 രൂപയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റിയ നല്ലൊരു ടോയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് ക്ലോസ് ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രെറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലോസ് ലുക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ആ ഒരു ലുക്ക് വൈസും പിന്നെ ആ ഒരു ഫ്രണ്ട് വ്യൂ ഒക്കെ അത്യാവശ്യം തെറ്റില്ലാത്തൊരു ലുക്കായിട്ട് എനിക്ക് തോന്നി. എനിക്കത് ആദ്യം മോശമായിരിക്കുമെന്നാണ് വിചാരിച്ചത്. കാരണം ഞാൻ ആ ഒരു ബ്ലൂ വണ്ടി കിട്ടുമോ എന്നാണ് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷേ വന്നത് സിൽവറാണ്. ബട്ട് സിൽവർ ഗുഡാട്ടോ, സിൽവർ കളർ കാണുന്നതിൽ തെറ്റില്ല, നല്ലൊരു കളറാണ്. പിന്നെ അതുപോലെ തന്നെ റിയർ വ്യൂ ഒക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ഒരു ഫിനിഷിങ് കാര്യങ്ങൾ ഈ ഒരു വണ്ടിക്ക് നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ വേണമെങ്കിൽ ഈ ഒരു ഇന്നോവയും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഇന്നോവയും ഈ ഒരു ക്രെറ്റയും കൂടി നോക്കി, ഏകദേശം നല്ല ഫിനിഷിംഗ് ആയിട്ടൊക്കെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കളേഴ്സൊക്കെ സെയിം തന്നെയാണ്. പിന്നെ പറയുവാണെങ്കിൽ ഇത് രണ്ടും വലിയ തെറ്റില്ലാത്ത പ്രോഡക്റ്റ് തോന്നി. 180 രൂപക്ക് ഇത് തെറ്റില്ല, എനിക്ക് തെറ്റില്ലാന്ന് തോന്നി. അപ്പോൾ ഇമാതിരി സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും അടുത്ത വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും. കൊള്ളാല്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുക വെച്ചാൽ മാത്രം നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റിയില്ലെങ്കിൽ നേരെ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇമാതിരി വീഡിയോസായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. പിന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വേറെയും കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്, വേറെയും കുറേ ടോയ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ഇതിൻ്റെ പുറകെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ടു കാണുക.